ആരോഗ്യം അമൂല്യം. മുണ്ടിനീര്, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ ഡോക്ടർ സുരേഷ് കുമാർ ഇ.കെ. മംസ് ഒരു വൈറൽ ഡിസീസാണ്. പക്ഷെ അത് പകരുന്നത് നമ്മൾ എയറിലൂടെ ഫോമായി ട്രാൻസ്മിഷൻ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് പകരും. അതായത് നമ്മൾ അടുത്തടുത്ത് ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ പകരും. അതുകൊണ്ട് തന്നെ പല സ്കൂളുകളിലും മംസിൻ്റെ ഔട്ട് ബ്രേക്കുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. മംസിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് കുറച്ച് ലോങ് ആണ്. അതായത് നിങ്ങൾക്ക് മംസ് വൈറസ് ബോഡി കയറിയാൽ ചിലപ്പോൾ 3 weeks വരെ കഴിഞ്ഞിട്ടൊക്കെ ഈ മംസിൻ്റെ മാനിഫെസ്റ്റേഷൻ വരുള്ളൂ. ഇതിൽ വീക്കം വരുന്നതിന് 2-3 ദിവസം മുമ്പ് മുതൽ തന്നെ ഈ സാധനം ഇൻഫെക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ ചില കണ്ടീഷനിൽ കുറച്ച് കൂടുതൽ ദിവസം പൊന്തിക്കഴിഞ്ഞാലും കൂടുതൽ ദിവസങ്ങളുള്ളത് ഒരു അറൗണ്ട് 1 week 5 to 7 days ഇതിൽ നിന്ന് വൈറസ് പോകും. അപ്പോൾ കുറച്ചധികം ഇങ്ങനെ ഇൻഫെക്റ്റിവിറ്റി പീരീഡ് കുറച്ചുണ്ട് ഈ മംസിന്. അപ്പോൾ അതിങ്ങനെ സ്പ്രെഡ് ചെയ്യും ആ സമയത്തൊക്കെ. അപ്പോൾ ആ സമയത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ ഐസൊലേഷൻ ആണ് ഇതിൽ ഇമ്പോർട്ടൻ്റ്. അവരതിൽ ഇടപഴകാതിരിക്കുക എന്നുള്ളതാണ്. ഈ സ്കൂളിൽ വരുന്ന വെച്ചാൽ ഈ സമയത്ത് അറിയുന്നില്ലല്ലോ കുട്ടികളെ തുടങ്ങുമ്പോൾ. അപ്പോൾ പലപ്പോഴും കുട്ടികൾ ചെറിയൊരു പനിയൊക്കെ ആയിട്ട് സ്കൂളിലേക്ക് പോകും. അടുത്ത ദിവസമായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസമായിരിക്കും ഇത് വീക്കം. അപ്പോഴേക്ക് ആ കുട്ടി കുറേ പേർക്ക് ഈ അസുഖം കൊടുത്തിട്ടുണ്ടാവാം. പിന്നെ ഒരു കാര്യം ചോദിച്ചത് ഈ അഡൾട്ട്സിനും വലിയ ആൾക്കാർക്കും മംസ് വരുന്നുണ്ട് ഇപ്പോൾ എന്നുള്ളതാണ്. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ചെറിയ പ്രായത്തിൽ മംസ് വന്ന് പോയത് നമുക്ക് അത്ര പ്രാധാന്യം കൊടുക്കാറില്ലായിരുന്നു. അപ്പോൾ പണ്ടത്തെ ഓൾഡർ ജനറേഷനൊക്കെ മംസ് പലർക്കും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ അഡൾട്ട്സിന്, യങ് അഡൾട്ട്സിനും അതുപോലെ തന്നെ കുട്ടികൾക്കും മംസ് വരുന്നതിൻ്റെ റേറ്റ് കുറവായിരുന്നു. ഇത്രയും കാലം വരുന്നത് വളരെ കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി, ഡിസീസ് വന്നിട്ടുള്ള ഇമ്മ്യൂണിറ്റി കിട്ടിയിട്ടില്ല. ഒരു നല്ലൊരു ശതമാനം ആൾക്കാർക്ക് വാക്സിൻ കൊണ്ട് ഇമ്മ്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. അവർക്ക് വരുന്നില്ല. വാക്സിൻ എടുത്തവർക്ക് വളരെ വളരെ അപൂർവമായിട്ട് മാത്രമേ നമുക്ക് മംസ് വന്നതായിട്ട് കണ്ടിട്ടുള്ളൂ. വാക്സിൻ ഫുൾ ഡോസ് എടുത്തവർക്ക്. അത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും പ്രതിരോധ കുറവുള്ളവർക്കോ അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷേ ഏതായാലും മംസ് വാക്സിനേഷൻ അഡിക്വേറ്റ് ഡോസ് എടുത്തിട്ട് അത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഫുൾ അഡിക്വേറ്റ് ഡോസ് എടുത്തു കഴിഞ്ഞാൽ അതിപ്പോൾ അഡൾട്ട്സിനും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും വാക്സിൻ എടുത്താൽ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മളെ ഒരു നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ ഈ മംസിൻ്റെ വാക്സിൻ അതിൽ ഇൻക്ലൂഡഡ് ആയിരുന്നില്ല. അത് കുറച്ച് കാലം മാത്രം കേരളത്തിൽ നമ്മൾ കൊടുത്തിരുന്നു. ഒരു കുറേ കൊല്ലം മുമ്പാണ്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, 8-10 വർഷമായിട്ടുണ്ടാവും അത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് MR എന്ന് പറയുന്ന വാക്സിനാണ് ഗവൺമെൻറ്റിൽ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ മംസിന് തീരെ പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല. നല്ലൊരു പോപ്പുലേഷൻ മംസ് വൈറസിനെതിരെയുള്ള പ്രൊട്ടക്ഷൻ ഇല്ലാതെ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് ഇത് വന്നു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഇമ്മ്യൂണിറ്റി ഇല്ലാതെ, നാച്ചുറൽ ഇമ്മ്യൂണിറ്റി കിട്ടാത്ത അല്ലെങ്കിൽ വാക്സിനേഷൻ കൊണ്ട് ഇമ്മ്യൂണിറ്റി കിട്ടാതെയുള്ള അഡൾട്ട്സിനും ഈ മംസ് വരും. മംസ് അത്ര ലൈറ്റ് ഡിസീസായിട്ട് നമുക്ക് ഇപ്പോൾ കരുതാൻ പറ്റില്ല. കാരണം ഈ പറഞ്ഞ പോലെ എല്ലാ വൈറസുകൾക്കും എന്തോ ചേഞ്ച് വന്നതുപോലെയാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. കാരണം മംസിൽ ഇപ്രാവശ്യം ഒരുപാട് പേർക്ക് ഡെഫ്നെസ് വന്നിട്ടുണ്ട്, പെർമനൻറ്റ് ഡെഫ്നെസ് വന്നിട്ടുണ്ട് പലർക്കും. അതിന് പേഴ്സൻറ്റേജ് കുറവായിരിക്കാം, കാരണം ഒരുപാട് പേർക്ക് മംസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ മംസ് വന്നിട്ട് എസെപ്റ്റിക് മെനിഞ്ചൈറ്റിസ് പോലെ വരുന്നത് ഒരുപാട് വന്നിട്ടുണ്ട്. മംസിൻ്റെ മെനിഞ്ചൈറ്റിസ്, മംസിൻ്റെ പാൻക്രിയാസ് ഇതിനെ ബാധിച്ചിട്ട് അങ്ങനെ വന്നിട്ടുണ്ട്. മംസിന് ഓർക്കൈറ്റിസ് ആയിരുന്നു പണ്ട് വളരെ കോമൺ ആയിട്ട് വന്നിരുന്നത്, ടെസ്റ്റിസിനെ ബാധിക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം എന്തോ ടെസ്റ്റിസ് ബാധിക്കുന്ന നമ്പർ നമ്മൾ കാണുന്നതൊക്കെ കുറവാണ്. എന്നാലും ഉണ്ട്, ഇല്ലയെന്ന് പറഞ്ഞുകൂടാ, വൺസ് ഇൻ എ വൈൽ അത് കാണാറുണ്ട്. പക്ഷേ കൂടുതൽ നമ്മൾ ഇപ്രാവശ്യത്തെ ഇതിൽ കണ്ടിരിക്കുന്നത് ഈ മംസിൻ്റെ മെനിഞ്ചൈറ്റിസ് ഒരുപാട് കുട്ടികൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനേക്കാളും ഏർലി എടുത്തത് കൊണ്ടാണോ ഇതിന് കോംപ്ലിക്കേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. ഇതിന് റെസ്റ്റ് തന്നെയാണ് ഇതിലെ മെയിൻ. കാരണം ചില ആൾക്കാർക്ക് ഒന്നും ഇതങ്ങനെ വന്നു പോകും, ചില ആൾക്കാർക്ക് ഇതുപോലെ സെപ്റ്റിക് മെനിഞ്ചൈറ്റിസ് ഉണ്ടാവും. അത് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ട് തന്നെ ആവണമെന്നില്ല. മംസിൽ ഇപ്പോൾ നമുക്ക് ആകെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യാനുള്ളത് വാക്സിനേഷനാണ്. അതിൻ്റെ ഏർലി ഡിറ്റക്ഷനേക്കാളും ഇമ്പോർട്ടൻ്റ് വാക്സിനേഷനാണ്. മംസിൻ്റെ ഔട്ട് ബ്രേക്ക് വരുന്നതിന് മുമ്പേ എനിക്ക് തോന്നുന്നത് ഈ വാക്സിനേഷൻ ഒന്ന് എൻഷുർ ചെയ്യണം. സ്കൂളിൽ എല്ലാവരും വാക്സിനേറ്റ് ചെയ്തിട്ടുള്ളത് എൻഷുർ ചെയ്യണം. അപ്പോൾ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇപ്പം സ്കൂളിൽ ക്യാമ്പുകളൊക്കെ നടത്താം. പക്ഷേ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആക്ച്വലി ഒരു ഔട്ട് ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വാക്സിനേറ്റ് ചെയ്താലും വലിയ കാര്യമില്ല. കാരണം ഓൾറെഡി വൈറസ് ഉള്ളിലെത്തിയിട്ടുണ്ടാവും. അപ്പോൾ അത് ഫുള്ളായിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റണം. പക്ഷേ എപ്പോഴും അതിന് മുമ്പേ തന്നെ, അതായത് നമ്മൾ ഒരു മംസിൻ്റെ ഔട്ട് ബ്രേക്ക് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഒരു ഏരിയയിൽ എല്ലാവരെയും ഇതിൻ്റെ വാക്സിൻ കൊടുത്ത് പ്രൊട്ടക്ട് ചെയ്യണമെന്നാണ് നമ്മുടെ അഭിപ്രായം. മുണ്ടിനീര്, ഇതേക്കുറിച്ച് ഡോക്ടർ സുരേഷ് കുമാർ ഇ.കെ. സംസാരിക്കുകയായിരുന്നു ഇതുവരെ.